സർ, ഇന്ത്യ മുന്നണി അവരുടെ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിലാണ്. മന്ത്രിമാരെ പോലും തീരുമാനിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ? ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഇന്ത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആത്മവിശ്വാസം. അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ആത്മവിശ്വാസം വരത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടായി കാണും. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2014 ബി ജെ പിക്ക് 282 സീറ്റ്, 2019 ബി ജെ പിക്ക് 303 സീറ്റ്, രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കൂടിയത് 21 സീറ്റ്. അപ്പം കഴിഞ്ഞ ദിവസം ABC ചാനൽ തന്നെ നമ്മുടെ രാമേന്ദ്ര സാർ ഒരു കണക്ക് പറഞ്ഞായിരുന്നല്ലോ, 105 സീറ്റുകളുടെ ഒരു കണക്ക് പറഞ്ഞു. ബി ജെ പിയുടെ അപ്രമാദിത്വം. കാരണം ബി ജെ പിയുടെ ഭൂരിപക്ഷം 105 സീറ്റുകളിൽ 3 ലക്ഷത്തിന് പുറത്താണ്. അതിനകത്ത് 44 സീറ്റുകൾ 4 ലക്ഷം ഭൂരിപക്ഷം, 15 സീറ്റുകൾ 5 ലക്ഷം ഭൂരിപക്ഷം. അപ്പം ഇതിനെ മറികടക്കാൻ ഇന്ത്യ മുന്നണി കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ നമ്മുടെ രാമേന്ദ്ര സാർ ചോദിച്ചത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ബി ജെ പിയുടെ സീറ്റുകൾക്കകത്ത് ഒരു 40 സീറ്റ് 50,000 താഴെയാണ് ഭൂരിപക്ഷം വരുന്നത്. 40 സീറ്റിൽ ഇത്രയും ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം ഉള്ളിടത്ത് ബി ജെ പി ജയിച്ചിരിക്കുന്ന 40 സീറ്റിൽ 50,000-നോടും 50,000 താഴെയാണ് ഭൂരിപക്ഷം. അത് മറിക്കാൻ പറ്റുമല്ലോ. അപ്പം 50,000 താഴെ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വോട്ടിൻ്റെ അകത്ത് വരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് വലിയ ഭൂരിപക്ഷമൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഉള്ള ഒരു 40 സീറ്റിനകത്താണ് നമുക്കൊരു കൺഫ്യൂഷൻ. അല്ലെങ്കിൽ 40 സീറ്റ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോയാൽ അവരുടെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴെ പോകും. കോൺഗ്രസ് 30-35 സീറ്റുകൾ കൂടുതൽ പിടിച്ചാൽ തന്നെ ബി ജെ പിയുടെ താഴെ പോകും. കോൺഗ്രസിന് ഏതാണ്ട് 52 സീറ്റേ കഴിഞ്ഞ പ്രാവശ്യമുള്ളൂ. അപ്പം ഈ 40 സീറ്റിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ട് ഉള്ളതുകൊണ്ട് ആ 50,000 ഉള്ളത് മറികടക്കുന്നതിനകത്ത് പാടൊന്നുമില്ല. ആ 50,000 വോട്ട് മറികടന്ന് എൻ ഡി എ മുന്നണി ആ സീറ്റ് പിടിച്ചുകൊണ്ട് വരണം. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ 105 സീറ്റിൽ ഇത്രയും ഭൂരിപക്ഷമുള്ള ബി ജെ പി, പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ ഭൂരിപക്ഷം വളരെ കുറവാണ്, ജസ്റ്റ് ജയിച്ചിട്ടേ ഉള്ളൂ. അപ്പം മറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ജയിച്ചിരിക്കുന്ന സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം തൊട്ടേ ബി ജെ പി അതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. കാരണം അവർക്ക് കിട്ടാത്ത സീറ്റുകൾ, 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ, അല്ലെങ്കിൽ 1000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ, ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സീറ്റുകൾ തിരിച്ചു പിടിക്കുന്ന അജണ്ടയുമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ അവരുടെ കൗൺസിൽ, ദേശീയ കൗൺസിൽ തീരുമാനമെടുത്ത് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഈ ഇന്ത്യ മുന്നണി ഈ 40 സീറ്റിൻ്റെ കാര്യം പറഞ്ഞ് അതിൻ്റെ പുറകിൽ പോകുമ്പോൾ സ്വന്തം സീറ്റുകൾ ബി ജെ പി കണ്ണുവച്ചിട്ടുള്ള കാര്യം അവർ മറന്നുപോവുകയാണ്. അപ്പം ആ 272 സീറ്റ് പിടിക്കണമെങ്കിൽ ഈ 40 സീറ്റിനെ മറികടക്കുകയും കയ്യിലിരിക്കുന്ന സീറ്റ് നിലനിർത്തുകയും വേണം. പക്ഷേ ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വത്തിൽ ബി ജെ പി ഇപ്പം 303-ൽ നിന്ന് അവർ 370-ലേക്കാണ് പോകുന്നത്. 370-ലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ 370 എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു ബി ജെ പി. അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തു എന്തുകൊണ്ട് 545-ൽ 370 എന്നുള്ളൊരു ചർച്ച വന്നായിരുന്നു. ശ്രദ്ധിച്ചാണ്, ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം അവർ തന്നെ, ജനങ്ങൾ തന്നെ കണ്ടുപിടിച്ചു 307 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിന് കാശ്മീർ. അപ്പം ജനങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ 370 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ ആണ് കാശ്മീരിലെ വിഷയമാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ ടച്ചുണ്ട്. ടച്ചെന്ന് പറഞ്ഞാൽ അത് ചർച്ചയാവുന്ന വിഷയമാണ്. ആ എടുത്തു കളഞ്ഞതിനകത്ത് വൈകാരികതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട്. അപ്പം ഈ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ഈ 40 സീറ്റിനകത്ത് തോക്കണം. അതുപോലെ തന്നെ നേരത്തെ സീറ്റ് നിലനിർത്തുകയും വേണം. പക്ഷേ ബി ജെ പി ഇപ്പോൾ ഈ 40 സീറ്റിനകത്ത് വരുന്നതാണ് 14 സീറ്റ് യു പിന്ന് വരുന്നുണ്ട്. അപ്പം 14 സീറ്റ് യു പിന്ന് വരുന്ന സമയത്ത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടെ അവിടെ ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് ആ നിസ്സാര ഭൂരിപക്ഷത്തുള്ള 14 സീറ്റൊക്കെ തിരിച്ചു പിടിക്കാവുന്നതാണ്. പക്ഷേ ബി ജെ പിയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ 62 സീറ്റിനപ്പുറം 75 സീറ്റ് അവർ തന്നെ പിടിക്കുമെന്നുള്ള കാൽക്കുലേഷനാണ്. ബി ജെ പി മാത്രം 75 സീറ്റിൽ അവിടെ മത്സരിക്കുന്നത്, അവർ തന്നെ പിടിക്കുമെന്നുള്ള കാൽക്കുലേഷനാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. അപ്പം പക്ഷേ ഇത് കണക്ക് കൂട്ടുന്ന സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയൊക്കെ മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഇവർ 3 പേരുടെ നിന്നപ്പോഴും ബി ജെ പിക്ക് 10 സീറ്റേ കുറഞ്ഞിട്ടുള്ളൂ. അവർ വിചാരിക്കുന്ന വോട്ട് ഷെയർ ഒന്നും അവിടെ കിട്ടിയില്ല. അപ്പം ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനവും അല്ലെങ്കിൽ പ്രചരണ തന്ത്രവും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകും. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി ഇത്തവണ താഴെ പോകും എന്നാണ് കോൺഗ്രസിൻ്റെ കണക്കൂട്ടൽ, ഇന്ത്യ മുന്നണിയുടെ കണക്കൂട്ടൽ. ഹിന്ദി ഹൃദയഭൂമിയിലാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തേരോട്ടം നടക്കുന്നത്. അതിൻ്റെ അറിയണമെങ്കിൽ ഇപ്പം 6 ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു.
നരേന്ദ്രമോദി ആദ്യത്തെ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തമിഴ്നാട്, കേരളമൊക്കെ ആയിരുന്നു. നരേന്ദ്രമോദി ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇവർ പറഞ്ഞു നരേന്ദ്രമോദി ഓന്ത് നിറം മാറുന്ന പോലെ മാറുന്നു. പക്ഷേ നരേന്ദ്രമോദി ഒരു നല്ല പ്രധാനമന്ത്രിയുടെ കൂട്ട് തന്നെ ഒരു നല്ല രാഷ്ട്രീയക്കാരനുമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും പറയേണ്ട ഒരു മുദ്രാവാക്യവും എടുക്കേണ്ട ഒരു ശൈലിയുമൊക്കെ ഉണ്ട്. അതിനകത്ത് തീവ്രമായ ഒരു വർഗീയതയൊന്നും അദ്ദേഹം എടുത്തില്ല. അപ്പോൾ ആ ഒരു ശൈലിയിൽ പോയിട്ട് അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടാം ഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണല്ലോ, പിന്നെ എല്ലായിടവും ടച്ച് ചെയ്തിട്ടുള്ളൂ. അവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും അദ്ദേഹം കൃത്യമായ ലൈൻ എടുത്തു. രാമക്ഷേത്രം പേടിച്ചു എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അദ്ദേഹം പേടിക്കുമോ പേടിക്കാതിരിക്കുമോ, അദ്ദേഹം പേടിച്ചിട്ടുണ്ടാവും. ഘട്ടം കഴിയുമ്പോഴും മോദിയുടെ ആത്മവിശ്വാസം കുറയുന്നു. മോദി പേടിച്ചിട്ടുണ്ടാവും. മോദി പേടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പേടിക്കണ്ടേ? ശ്യാമെ, ജനമാണ് വോട്ട് ചെയ്യുന്നത്. ആ ജനം വോട്ട് ചെയ്യുന്ന ജനങ്ങളെ പേടിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നമുക്ക് വേണ്ടത്. കാരണം അല്ലെങ്കിൽ മോദിക്ക് പേടിയില്ലെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ ഈ EVM ഹാക്ക് ചെയ്യാനൊക്കെ കഴിയുമെങ്കിൽ മോദി എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ. ഈ 10-700 കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്പോൾ 700-നകത്ത് റാലികളാണ് മോദി നടത്തിയത്. അപ്പം മോദിക്ക് ജനം വോട്ട് ചെയ്യണം. മോദി കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ പ്രവർത്തനം ജനം മനസ്സിലാക്കി വോട്ട് ചെയ്യണം. അടുത്ത 5 കൊല്ലം മോദി എന്തിന് വരണമെന്ന് ജനത്തിന് ബോധ്യപ്പെടണം. അപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്നത് ശരിയായ രീതിയിലാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ജനം വോട്ട് ചെയ്യുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മോദി ഭയക്കണം. ജനത്തെ ഭയക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മോദി ഭയക്കുന്നത്. ആരെയും ഭയമില്ലാതെ രാജ്യത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഭരണാധികാരികളാവുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പം ഈ മുദ്രാവാക്യങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ വേറെ മുദ്രാവാക്യം, അതിനുശേഷം മൂന്നാം ഘട്ടത്തിൽ വന്നപ്പോൾ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് വന്നപ്പോൾ മോദി മുസ്ലിങ്ങളെ BJP-യിലേക്ക് ക്ഷണിച്ചു. നിങ്ങളെന്തിനാണ് മാറിയിരിക്കുന്നത്? BJP അങ്ങനെ വർഗീയ പാർട്ടിയൊന്നുമല്ല, മുസ്ലിങ്ങൾക്ക് സ്വാഗതം ഉണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം ക്ഷണിച്ചു. ഇപ്പം ഈ ഓരോ ഘട്ടങ്ങൾ കഴിയുന്തോറും ഈ BJP-യുടെ മുദ്രാവാക്യം പ്രതിപക്ഷത്തെ കൊണ്ട് വിളിപ്പിക്കുന്ന രീതിയിൽ മോദി മുന്നോട്ട് പോയി. മോദി 400+ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? 400 കിട്ടത്തില്ല. 400 കിട്ടത്തില്ല. അപ്പോൾ BJP അധികാരത്തിൽ വരുമെന്ന് അറിയാതെ തന്നെ പ്രതിപക്ഷത്തിന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മോദി കൊണ്ടെത്തിച്ചു. അതാണ് മോദിയുടെ മുദ്രാവാക്യം. മോദി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളീ പറയുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഒരു എൻറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ 324 സീറ്റിൽ ഏറ്റവും അവസാനം വന്ന 24 സീറ്റിൽ BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാണ്. ഈ തർക്കമൊക്കെ പറയുമ്പോഴും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോഴും അവർ യോഗം വിളിക്കുമ്പോഴും സ്റ്റാലിൻ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴും ഇവിടുത്തെ ഏജൻസികൾ അല്ലെ വിദേശ ഏജൻസികളൊക്കെ നടത്തുന്ന പഠനത്തിനകത്ത് മോദി തന്നെ അധികാരത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം 303 ആണെങ്കിൽ ഇപ്രാവശ്യം 324 NDA മുന്നണി 380 ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങൾ, ഡൽഹി, ഇവിടെയെല്ലാം BJP-ക്ക് അടിപതറും എന്നൊരു കണക്കൂട്ടൽ. ഇപ്പോൾ എൻട്രിച്ചിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഡൽഹിയിലെങ്ങും ഒന്നും സംഭവിക്കുന്നില്ല. 7 സീറ്റും പറഞ്ഞിട്ടുണ്ട്. 7 സീറ്റും പറഞ്ഞിട്ടുണ്ട്. കാരണം ഡൽഹിയിലെങ്ങും ഈ പറയുന്ന ഇവരാരും വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. മോദി എന്ന് പറയുന്ന ആൾ ഉള്ള വിശ്വാസം, BJP-യിലുള്ള വിശ്വാസത്തിനപ്പുറമാണ് മോദിയുള്ള വിശ്വാസം. മോദിയുള്ള വിശ്വാസം ജനങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയെ ഇവിടുത്തെ യുവാക്കളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ട ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയാണ്. അത്തരത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് വികസനത്തിന് ഭാഗമാകത്തുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ജനങ്ങളിലേക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇപ്പോഴും തന്നെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അത് അദ്ദേഹം 10 കൊല്ലം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓരോ മാസവും ജനങ്ങളുമായിട്ട് സംവദിക്കാറുണ്ട്, സാധാരണക്കാരനായിട്ട് സംവദിക്കാറുണ്ട്, ചെയ്ത കാര്യങ്ങൾ പറയാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പം സാധാരണ ജനങ്ങളുമായിട്ട് ഇത്രയും സംവദിക്കുന്ന ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഡയറക്റ്റ് മോദി നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തോന്നും. അത് അന്നും ഇന്നും തോന്നും. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഗുണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഇതെല്ലാം മനസ്സിലാക്കി ജനം വോട്ട് ചെയ്യുന്നു. അപ്പം ഇത് ജനത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം എത്രത്തോളം ആഴത്തിൽ കയറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത്രയും ഇദ്ദേഹം ഹൈ പിച്ചിൽ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കൾ താഴോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രസ്താവനകളാകുന്നു, ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരക്കാത്ത പ്രസ്താവനകളാണ്. പണ്ടും അദ്ദേഹം അത് തിരുത്തേണ്ടതല്ലേ? ഓരോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ പരിചയത്തിനനുസരിച്ച് അതിന് തിരുത്തൽ വരുത്തണ്ടേ? രാഷ്ട്രീയത്തിൽ തുടക്കത്തിലുള്ള കുഴപ്പങ്ങൾ തിരുത്തൽ വരുത്തണ്ടേ? ഇപ്പം ആരുപദേശിക്കുന്നു, എന്തിനു വേണ്ടി ഉപദേശിക്കുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പം അവരുടെ ഒരു വിചാരം ഈ 10 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരം ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ പ്രചരണം, മോദിക്കെതിരെയുള്ള പ്രചരണം ഒക്കെ കൊണ്ട് മോദി അധികാരത്തിൽ നിന്ന് പോക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഈ ഇന്ത്യ മുന്നണിയും പുറത്തുനിന്ന ആൾക്കാരെയൊക്കെ കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടൊന്നും ബാധിക്കില്ല. കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടത് ബാധിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടത് ഡൽഹിയിൽ ബാധിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളത്. ഇപ്പോൾ കെജ്രിവാൾ
ഡൽഹിയിലെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം ശ്യാമിന് അറിയാമല്ലോ. കെജ്രിവാൾ സത്യസന്ധനായ മനുഷ്യനാണ്, അവിടെ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് കണ്ടാണ് കെജ്രിവാളിനെ അവർ ഉൾക്കൊണ്ടത്. പക്ഷേ കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ആ ഡൽഹിയിലെ ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ കെജ്രിവാൾ അകത്തു പോകത്തില്ല. അതുപോലെ കെജ്രിവാളിൻ്റെ വേണ്ടാത്ത ജാമ്യം കൊടുത്ത് കോടതിയിൽ നിന്ന് വെളിയിലിറക്കുന്നു. ഇത് ചർച്ചയായിട്ടുണ്ട്. വെളിയിലിറക്കിയ കെജ്രിവാൾ സ്വന്തം രാജ്യസഭാ MP അവർ സ്ത്രീയാണ്. ഇന്നലെ അവർ കോടതിയിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കെജ്രിവാളിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. കെജ്രിവാൾ ഇറങ്ങിയതിന് ശേഷം 2 ദിവസം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ശ്യാം ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ കെജ്രിവാളിനെ മാധ്യമങ്ങൾ കൈവിട്ടു. ഇവിടുത്തെ ഒരു പത്രം, ഒരു പ്രമുഖ പത്രം പേജ് മൊത്തം മാറ്റിവെച്ച് കൊടുത്തു. മാതൃഭൂമി പത്രം, എൻ്റെ വീട്ടിലെ മാതൃഭൂമി പത്രം പേജ് മൊത്തം മാറ്റി വെച്ചു. അപ്പോൾ അതിനുശേഷം UP-യിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്. എന്തിന് MP ആക്രമിച്ചു? അത് വിഷ്വൽ കാണുമല്ലേ, ലൈവായിട്ട് എല്ലാവരും കാണുമല്ലേ. അപ്പം അവസാനം അഖിലേഷ് യാദവ് ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാതെയായി. ഇദ്ദേഹം വെളിയിലിറങ്ങി പ്രചരണം അദ്ദേഹത്തിന് വേണ്ടി മാത്രമാക്കി. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി എന്ന് പറയാതെ പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോൾ ഇദ്ദേഹം ഒരു ബാധ്യതയായിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വന്നിരിക്കുകയാണ്. അകപ്പാടെ പഞ്ചാബിൽ 20 സീറ്റ്, ഡൽഹിയിലൂടെ 20 സീറ്റ് മത്സരിക്കുന്ന ഒരാൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ് മോദിക്കൊപ്പം നിന്ന് ഇന്ത്യ ഭരിക്കുന്ന നാളാണെന്നുള്ള രീതിയിൽ. അപ്പം ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കും ഒരു ബാധ്യതയായി മാറി. അപ്പം കെജ്രിവാൾ എന്ന ഘടകം ഒന്നും ഇതിനകത്ത് BJP-യെ ബാധിക്കത്തില്ല. BJP അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ BJP അധികാരത്തിൽ വരണ്ടാത്ത ഒരവസ്ഥ വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവർക്ക് കുറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടാകുന്ന 10-40 സീറ്റ് ജയിക്കാതാണ്. ഈ 2009 ഈ 40 സീറ്റിൽ 7 സീറ്റിലെ BJP ജയിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതീക്ഷയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പം അത്തരത്തിലൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് നമ്മുടെ പഠനം അനുസരിച്ച് മനസ്സിലാവുന്നത്. പക്ഷേ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതീക്ഷ ഇത്തരത്തിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.